അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സിഹർ സംബന്ധമായ പ്രയാസങ്ങളെപ്പറ്റി ഒരു മജ്ലിസ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നിങ്ങൾക്ക് സിഹർ ചെയ്യുന്നത്, ഏത് രൂപത്തിലാണ് നിങ്ങൾക്കൊരാൾ സിഹർ ചെയ്യൽ, ഏത് വ്യക്തിയാണ് നിങ്ങൾക്ക് സിഹർ ചെയ്യാൻ ഏറ്റവും സാധ്യതയുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കുന്ന ഒരു മജ്ലിസ് നമ്മൾ മുന്നേ ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം ഇൻഷാ അല്ലാഹ്. അത് പോയി കണ്ടു കഴിഞ്ഞാൽ സിഹർ സംബന്ധമായിട്ടുള്ള ആരാണ് നിങ്ങൾക്ക് സിഹർ ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ളത്, എങ്ങനെയാണ് ഒരാൾ നിങ്ങൾക്ക് സിഹർ ചെയ്യൽ, സിഹർ ചെയ്താലുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തതിന് ശേഷം ധാരാളം ആളുകളാണ്, അത് ചെയ്തതിന് ശേഷവും അതിന് മുന്നേയായിട്ടും ധാരാളം ആളുകൾ ചോദിക്കുന്ന ഒരു സംശയത്തിനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ മജ്ലിസ്. കൂടുതലൊന്നും പറയുന്നില്ല, അതിനുള്ള ഒരു മറുപടി മാത്രമാണ്. അതിനുള്ള മറുപടിയായിട്ടുള്ള ഒരു അമല് മാത്രം. ചോദിക്കുന്ന ചോദ്യം ഇതാണ്: തങ്ങളെ, ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് സിഹർ ചെയ്ത ആൾ ആരാണെന്നറിയാൻ ഞങ്ങൾക്ക് വലിയൊരാഗ്രഹമുണ്ട്. പ്രശ്നത്തിനോ പ്രയാസത്തിനോ പോവാനല്ല. ഇതുകൊണ്ട് അങ്ങനെ ആരും മുതലെടുക്കരുത്, അങ്ങനത്തെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവരുത്. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. അതിനൊരു പറ്റിയൊരു അമല് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു അമല്. 3 ദിവസം ചെയ്താൽ മൂന്നാമത്തെ ദിവസം ആ സിഹർ ചെയ്ത വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനാൽ എല്ലാവരും ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് ഇത്രയും ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച ആള്, ഇത്രയും ഞങ്ങളെ പ്രയാസപ്പെടുത്തിയ ആള് ആരായിരിക്കും ആള്? സിഹർ സംബന്ധമായ പ്രയാസങ്ങൾ പറഞ്ഞ മജ്ലിസിൽ നിങ്ങൾക്ക് സംശയമുള്ള ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അതിന് താഴെ കമൻറ്റ് സെക്ഷൻ എടുത്തു നോക്കിയപ്പോൾ എനിക്ക് സിഹർ ചെയ്ത നാത്തൂനാണ്, അല്ലെങ്കിൽ ഇളയച്ചിയാണ്, അല്ലെങ്കിൽ അമ്മായിമ്മയാണ്, അയൽവാസിയാണ്, അങ്ങനെ ധാരാളം ആളുകളുടെ പേരുകളാണ് എഴുതി അറിയിച്ച് ചിലപ്പോൾ ഇതൊക്കെ നിങ്ങളെ സംശയങ്ങളായിരിക്കാം. നിങ്ങൾക്ക് സിഹർ ചെയ്ത വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ഈ ഒരു കാര്യം ഇൻഷാ അല്ലാഹ് നിങ്ങൾ വെറും 3 ദിവസം ചെയ്താൽ മതി. വെറും 3 ദിവസം ചെയ്താൽ മൂന്നാമത്തെ ദിവസം ഇൻഷാ അല്ലാഹ് ആ വ്യക്തി നിങ്ങളെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ആളുകൾക്ക് സംശയമാണ്, എനിക്ക് സിഹർ ഉണ്ടോ ഇല്ലേ, സിഹർ സംബന്ധമായ പ്രയാസം ഉണ്ടോ ഇല്ലേ? സിഹർ വന്നു കഴിഞ്ഞാൽ ശരീരമാകെ തളരും, വലിയ പ്രയാസത്തിലാകും, മാനസികമായിട്ടും ശാരീരികമായിട്ടും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. രോഗങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, എവിടെ കാണിച്ചിട്ടും ആ രോഗത്തിനൊരു മരുന്നുമില്ല, അതിനൊരു ചികിത്സയില്ല. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല. സാമ്പത്തികമായിട്ട് നമ്മൾ പടുക്കുയിലേക്ക് വീഴുക. ഇതൊക്കെ സിഹറിൻ്റെ ലക്ഷണങ്ങളും അടയാളങ്ങളുമാണ്. ചുരുക്കി പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ ഇല്ലാതെയാകും. എത്രയോ ആളുകളാണ് തങ്ങളുടെ ജോലി സ്ഥലത്ത് നല്ല കച്ചവടം ഉണ്ടായിരുന്നു, എല്ലാം കൊണ്ട് റാഹത്തായിരുന്നു. ഒരു ദിവസം എന്തൊക്കെയോ ഒരു പൊതി, ചില ആളുകൾ പറയാണ് വെറ്റിലപ്പൊതിയിൽ പൊതിഞ്ഞു വെച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഭസ്മങ്ങൾ പൊതിഞ്ഞു വെച്ചത്, പൊടികൾ ഞങ്ങൾ കണ്ടു, അല്ലെങ്കിൽ തലയോട്ടി ഞങ്ങൾ കണ്ടു, അല്ലെങ്കിൽ കുപ്പി ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ധാരാളം ഇതിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നവരുണ്ട്, കിട്ടിയ സംഭവങ്ങൾ. ഈ അമല് നിങ്ങൾ ചെയ്താൽ എവിടെയാണ് ഈ വ്യക്തി സ്ഥാപിച്ചിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്കറിയാൻ കഴിയുന്നതാണ്. മഹാന്മാർ പറയാണ്, നിങ്ങളെ വീടിൻ്റെ ഏതു ഭാഗത്താണോ നിങ്ങൾ ആ വ്യക്തി ഈ സിഹർ ചെയ്ത വസ്തുവിനെ സ്ഥാപിച്ചിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും കാര്യം മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഒരു അമലിലേക്ക് കടക്കാം. എന്താണ് ചെയ്യേണ്ടത്? ഇതറിയാൻ സിഹർ ചെയ്ത വ്യക്തി അറിയണം,
ഇതെവിടെ കൊണ്ടുപോയി വെച്ചതെന്നറിയണം, എനിക്ക് സിഹിറുണ്ടോ എന്നറിയണം. അല്ലേ? ഇതല്ല ഇപ്പം നമുക്ക് വേണ്ടത്. ഇതാണ് നമുക്ക് വേണ്ടത്. അതിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. സിഹിർ ചെയ്ത് 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 തളർത്തിയിട്ട് എത്ര വർഷം, 1-2 വർഷമാണോ? അല്ല, ധാരാളം വർഷക്കാലം അതിൻ്റെ കെണി വലകളിൽ പെട്ടുപോയ ധാരാളം ആളുകൾ. ഇത് മറ്റുള്ള എവിടുന്നുമല്ല, ഉള്ളിൽ നിന്ന് തന്നെയാണ്. ചിലപ്പോൾ ചോരയാവാം. ഞാൻ കഴിഞ്ഞ മജ്‌ലിസിൽ പറഞ്ഞിരുന്നു, കൂടുതൽ നമ്മൾ കാണപ്പെടുന്നത് ഉള്ളിൽ നിന്ന് തന്നെ പ്രയാസമാണ്. സ്വന്തം ചോരയിൽ നിന്ന്, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന്. ഞാൻ കഴിഞ്ഞ മജ്‌ലിസിൽ പറഞ്ഞിരുന്നു, നമുക്ക് അറിയാത്തൊരു വ്യക്തിയെ ഒരാൾക്കും സിഹർ ചെയ്യാൻ കഴിയൂല. നമുക്ക് അറിയുന്ന വ്യക്തിക്ക് മാത്രമേ സിഹർ ചെയ്യാൻ കഴിയുള്ളൂ. ഒരു സാഹിറിന് സിഹർ ചെയ്യാൻ കഴിയുള്ളൂ. എൻ്റെ മുഅ്മിനീങ്ങളെ, അത് ഒന്നിക്കൽ അദ്ദേഹത്തിൻ്റെ പേരറിയണം, മാതാവിൻ്റെ പേരറിയണം, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൽ നിന്ന് പിരിഞ്ഞെന്തെങ്കിലും സാധനം കിട്ടണം. അത് ഫോട്ടോയാകാം, ആ വ്യക്തിയുടെ ഫോട്ടോയാവാം. എങ്ങനെയായാലും അദ്ദേഹത്തെ പറ്റി അറിയാത്തൊരാൾക്ക് അദ്ദേഹത്തെ സിഹർ ചെയ്യാൻ കഴിയൂല. അത് നിങ്ങൾ എങ്ങനെ നിഷേധിച്ചിട്ടും കാര്യമില്ല. അത് കഴിയൂല. എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ സർക്കിളിലുള്ള ആളുകൾക്ക് മാത്രമേ നമുക്ക് സിഹർ ചെയ്യാൻ കഴിയുള്ളൂ. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല. അതിൻ്റെ ഒരു വ്യക്തത നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഏതാണ് ഈ അത്ഭുതകരമായിട്ടുള്ള ഈ ഒരു അമൽ, ഇത് ധാരാളം ആളുകൾക്ക് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയതാണ്. ഞാൻ കണ്ടു തങ്ങളെ. അവിടെ പോയി കുഴിച്ചപ്പോൾ സാധനം കിട്ടി. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് അനുഭവത്തിൽ നിന്ന് അവർ പറയാണ് സാധനം കിട്ടി. ആ വ്യക്തിയെയും കണ്ട് ഞാൻ പറഞ്ഞു, എന്നോട് പറയണ്ട. നമ്മൾ ഇതിങ്ങനെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആ വ്യക്തിയെ തെളിഞ്ഞാലും നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല. ഇത് നിങ്ങൾക്ക് തന്നെ കാണാം. ഇത് ഞാൻ പറഞ്ഞിട്ടല്ല, ഇത് നിങ്ങൾ ചെയ്താൽ അത് നിങ്ങൾക്ക് തന്നെ കാണാം. നിങ്ങൾക്ക് സിഹറുണ്ടെങ്കിലും ആ വ്യക്തിയെ നിങ്ങൾക്ക് കാണാം. ഇൻഷാ അല്ലാഹ് ആ അമല് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക ധാരാളം ആളുകളാണ്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നമ്മൾ സമീപിക്കാൻ ഈ ഇമ്മരപ്പടിയിലേക്ക് പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട്, ഇത്തരം പൈശാചികമായ ഉപദ്രവത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ നമ്മൾ സമീപിക്കാറുണ്ട്. അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കാറുമുണ്ട്. ഇൻഷാ അല്ലാഹ് നേരിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരിക. ബുക്ക് ചെയ്യാതെ ആരും തന്നെ വരരുത്. ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. അള്ളാഹു ഇതിന് തൗഫീക്ക് നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു ഞങ്ങൾക്ക് നീ തീർത്ത് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ ഹൈറ് നൽകണേ അല്ലാഹ്. ജീവിത വിജയികളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണേ തമ്പുരാനെ. അമല് പറയാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. 3 ദിവസം നിങ്ങൾ ചെയ്താൽ മതി. 3 ദിവസം ചെയ്താൽ മതി. നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ്, ഉറങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 27-ാമത്തെ അധ്യായം. ഏതാണ് അധ്യായം? സൂറത്തുൻ നംല്. എല്ലാവർക്കും അറിയാലേ? ചില ആളുകൾക്ക് അറിയില്ല, അറിയുന്ന ആളുകളുണ്ട്. സൂറത്തുൻ നംലിലെ 62-ാമത്തെ ആയത്ത് ഈ സ്ക്രീനിൽ ഞാൻ കൊടുക്കാം. ഈ ഒരു ആയത്ത്, ഈ ചെറിയ ആയത്ത് നിങ്ങളൊരു 7 പ്രാവശ്യം ഓതുക. 7 പ്രാവശ്യം ഓതാൻ അറിയാത്തവർ, ഞങ്ങൾക്ക് തങ്ങളെ ഓതാനൊന്നും അറിയില്ലല്ലോ, നിങ്ങൾക്ക് കാണണം, ഈ വ്യക്തിയൊന്ന് കാണണം, ഞങ്ങൾക്ക് സിഹർ ചെയ്ത ഈ ഒരു പ്രയാസം തീരണം, എവിടെയാണെങ്കിലും അത് ഞങ്ങൾക്കൊന്ന് കണ്ടു കിട്ടണം എന്നാഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ ഈ സൂറത്തുൻ നംലിലെ 62-ാമത്തെ ഈ ആയത്തോ ഞങ്ങൾക്ക് ഓതാൻ അറിയില്ല. എന്താ ചെയ്യുക? എങ്കിൽ അങ്ങനെ ഓതാൻ അറിയാത്തവർ ഒരു വെള്ള പേപ്പർ എടുക്കുക, A4 ഷീറ്റ് എടുത്ത് നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരികയാണ്. A4 ഷീറ്റ് എടുത്തിട്ട് എഴുതാൻ അറിയുന്ന ആരെക്കൊണ്ടെങ്കിലും വൃത്തിയായിട്ട് അക്ഷരത്തെറ്റില്ലാതെ അത് എഴുതിപ്പിക്കുക. എഴുതാൻ അറിയുന്ന ആളുകളുണ്ടാവുമല്ലോ. നമ്മളെ വീട്ടിലുണ്ടാവും, മക്കളുണ്ടാവും, പഠിക്കുന്ന മക്കളുണ്ടാവും, അല്ലെങ്കിൽ അയൽവാസിയിൽ ആരെങ്കിലും ഉണ്ടാവും. ഈ ആയത്ത് മോളതൊന്ന് എഴുതി തരുമോ? സൂറത്തുൻ നംലിലെ 62-ാമത്തെ ഈ ആയത്തൊന്ന് എഴുതി തരും. അവരെഴുതി തരും. ആ വെള്ള പേപ്പറിൽ എഴുതി അതെന്ത് ചെയ്യുക? മടക്കി സൂക്ഷിക്കുക. മടക്കിയിട്ട് അതിങ്ങനെ മെല്ലെ മടക്കുക. എന്നിട്ട് തലയിണയുടെ ചുവട്ടിൽ വെക്കുക. നമ്മൾ കിടക്കുന്ന തലയുടെ ചുവട്ടിൽ വെക്കുക.
ഓതാൻ അറിയാത്തവർ ഓതാൻ അറിവുള്ളവർ 7 പ്രാവശ്യം ഓതുക. ശേഷം 7 ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ എഴുതിയവരും ഓതിയവരും സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം ഓതുക. പിന്നീട് ആയത്തുൽ കുർസിയിനെ 3 പ്രാവശ്യം ഓതുക. പിന്നീട് അൽ ബഖറ സൂറത്തിലെ 102-ാമത്തെ ആയത്ത് വത്തബഉമാത്തുൽ ശയാത്തീനു അലാ മുൽക്കി സുലൈമാന വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്തീൻ കഫറു യുഅല്ലിമുന അന്നാസ സിഹ്ർ എന്ന് വരുന്ന 102-ാമത്തെ ആയത്തുണ്ട്. എല്ലാവർക്കും അറിയുന്ന ആയത്താണ്. അത് പരിപൂർണമായിട്ട് ഓതുക. 7 പ്രാവശ്യം ഓതുക. 7 പ്രാവശ്യം ഓതി കെടുക്കുക. ഉറക്കത്തിലേക്ക് നിങ്ങൾ പോവുക. ഉറക്കത്തിൽ നിങ്ങൾ സ്വപ്നത്തിൽ ഒരു കൂരി ഇരുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് കാണാം. മൃഗങ്ങളെ കാണാം, നായകളെ കാണാം, പാമ്പിനെ കാണാം. എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, ഇത്രം ഭീകരമായിട്ടുള്ള സ്വപ്നമാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഓതി കെടുക്കുമ്പോൾ നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾക്ക് സിഹ്ർ സംഭവിച്ചിട്ടുണ്ട്. ഇല്ല, തങ്ങൾ ഇതൊക്കെ ഞങ്ങൾ ആത്മാർത്ഥമായി ചെയ്തു, ഇതൊന്നും ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സിഹ്ർ ഇല്ല. അത് വെറും നിങ്ങളെ ഫോബിയ മാത്രമാണ്, സിഹ്ർ എന്നുള്ള പേടി മാത്രമാണ്. ചിലർ പറയാറുണ്ട്, നാത്തുമാരും ഇളച്ചിമാരും തെറ്റിപ്പിരിയാറുണ്ട് അല്ലേ? എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന്, കുടുംബത്തിൽ പ്രശ്നങ്ങൾ വന്ന്, കലഹങ്ങൾ വന്ന് തെറ്റിപ്പിരിയുമ്പോൾ എന്ത് ചെയ്താലും അവൾ എനിക്ക് ചെയ്തു, അല്ലെങ്കിൽ അവൻ നമുക്ക് ചെയ്തു. അമ്മായിമായിട്ട് പിണക്കത്തിലാണ്, പ്രയാസത്തിലാണ്. അമ്മായിമ്മ എങ്ങോട്ടൊക്കെ രാവിലെ പോകുന്നുണ്ട്, ഇവൾ ചിന്തിക്കുകയാണ് എനിക്ക് വേണ്ടി എന്തോ ചെയ്യാൻ പോവാണ്. അയൽവാസി രാവിലെ എങ്ങോട്ടോ പോകുന്നുണ്ട്, വേജിക്കോ ഓഫീസിക്കോ എന്തിനോ ആയിരിക്കും, പക്ഷെ ഇവർ ചിന്തിക്കുകയാണ് എനിക്ക് വേണ്ടി എന്തോ ചെയ്യാൻ പോവാണ്. ഇത് വെറും ഫോബിയ മാത്രമാണ്, പേടി മാത്രമാണ്. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, സിഹ്ർ ചെയ്ത് ഉറപ്പുണ്ടെങ്കിൽ ഈ ഒരു അമലിനെ ചെയ്താൽ രാത്രിയിൽ ഇങ്ങനെയുള്ള ഭീകരമായിട്ടുള്ള നിങ്ങളെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ പറഞ്ഞതല്ല, മഹാന്മാരെ പഠിപ്പിച്ചൊരമലാണ്, പഠിപ്പിച്ചൊരു രീതിയാണ്. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പിന്നെ 2-ാമത്തെ ദിവസം ഇതുപോലെ കാണും. 3-ാമത്തെ ദിവസം ഈ വ്യക്തി സ്വപ്നത്തിൽ വരും. 3 ദിവസവും ഇതുപോലെ തുടരുക. ഇതേ രീതിയിൽ ഞാൻ പറഞ്ഞ ഇതേ രീതിയിൽ തുടരുക. എഴുതി വെച്ച ആള് ആ ഒരു ദിവസം മാത്രം എഴുതി വെച്ചാൽ മതി. 3 ദിവസം തലയിണയുടെ അടിയിൽ എഴുതിയ ഈ ആയത്തിന് വെക്കുക. 3 ദിവസവും 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ, 3 പ്രാവശ്യം ആയത്തുൽ കുർസി. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് വീണ്ടും ഞാൻ പറയുന്നത്. 3 പ്രാവശ്യം ആയത്തുൽ കുർസി, പിന്നെ 7 പ്രാവശ്യം അൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത് ഓതി നിങ്ങൾ കിടന്നാൽ, 2-ാമത്തെ ദിവസം കിടന്നാൽ ഭീകരമായിട്ടുള്ള സ്വപ്നം, പേടിപ്പെടുത്തുന്ന സ്വപ്നം, നായകൾ, പാമ്പുകൾ, കൂരി ഇരുട്ട്, നിങ്ങൾ പറക്കുന്നതായി വരെ നിങ്ങൾക്ക് സ്വപ്നം കാണാമെന്നാണ്. 3-ാമത്തെ ദിവസം ആ വ്യക്തി, നിങ്ങൾക്ക് സിഹ്ർ ചെയ്ത ആ വ്യക്തി നിങ്ങളെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ഒന്നൊക്കെ സാഹിറാവാം, അല്ലെങ്കിൽ സിഹ്ർ ചെയ്യാൻ കൽപ്പിച്ച ആളാവാം. ഒരു സാഹിറിൻ്റെ അടുത്ത് പോയിട്ട് സിഹ്ർ ചെയ്യാൻ നിൽക്കുന്ന ഒരാളുണ്ടാവും, ഒരു സാഹിറുണ്ടാവും. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യാൻ പ്രേരണ കൊടുത്ത, ചെയ്യാൻ അതിനു വേണ്ടി സമ്പത്ത് കൊടുത്ത, പണം കൊടുത്ത ആൾ, നിങ്ങൾക്ക് വേണ്ടി ചെയ്തു വെച്ച ആൾ എന്ന് ചുരുക്കി പറയാം. അദ്ദേഹത്തിന് നിങ്ങൾക്ക് സ്വപ്നം കാണും. അതുമാത്രമല്ല, എവിടെയാണ് നിങ്ങൾ വീട്ടിൽ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുപോലും നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. വീട്ടിൽ അത് തറയിലാവാം, അല്ലെങ്കിൽ വീടിൻ്റെ ഭൂമിയിലാവാം, അല്ലെങ്കിൽ വീടിൻ്റെ അകത്താവാം, എവിടാണെങ്കിലും ആ സിഹ്ർ ചെയ്ത വസ്തു എവിടെയാണ് കുഴിച്ചിട്ടത്, ഏത് വസ്തുവിലാണ് നിങ്ങൾക്ക് വേണ്ടി അവർ കെണിവലകൾ ഒരുക്കിയത്, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കാണാമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയാണ്. ആഗ്രഹിക്കുന്നവർ, എനിക്ക് ആ വ്യക്തിയെ കണ്ടേ തീരുമെന്ന് ആഗ്രഹിക്കുന്നവർ, കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഇൻഷാ അല്ലാഹ് ഈ ഒരു അമലിനെ ചെയ്യും. 3 ദിവസം, 3-ാമത്തെ ദിവസം നിങ്ങൾക്ക് കാണാം. ഇത്തരം കെണി വലകളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണം അല്ലാ. സാഹിരീങ്ങളെ സിഹ്റിനെ തൊട്ട് ഞങ്ങളെ കാക്കണം അല്ലാ. മാക്രീങ്ങളെ മക്റിനെ തൊട്ട് കാക്കണം അല്ലാ. ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണം അല്ലാ. ലോലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണം അല്ലാ. ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണം അല്ലാ. സതിയന്മാരെ ഇത്തരം സതി വലകളിൽ നിന്ന് അല്ലാഹു ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണം അല്ലാ.
അല്ലാഹു ഞങ്ങൾക്ക് വേണ്ടി ആരാണോ കുതന്ത്രങ്ങൾ മെനയുന്നത് അല്ലാഹു അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണം അല്ലാഹ്. അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണം അല്ലാഹ്. എപ്പോഴും നിങ്ങൾ ദുആ അതായിരിക്കണം, എപ്പോഴും നിങ്ങൾ ദുആ അതായിരിക്കണം. ഇന്നലെ ഞാനൊരു കമൻറ്റ് ബോക്സ് വായിക്കാനിടയായി. എത്രയാണ് നമ്മളെ മനസ്സിൻ്റെ ഒരു ഈമാനില്ലാത്തത് കൊണ്ടാണത്. മനസ്സിൻ്റെ ഒരു പോക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ കമൻറ്റിൽ എഴുതുകയാണ്, ഇത് ഇവരെ കൊണ്ടൊന്നും സാധിക്കൂല, ഇത് മറ്റൊരു സ്ഥലത്ത് പോകണം. ആ സ്ഥലം ഞാൻ പറയണില്ല. അവിടെ പോയാൽ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാനുള്ള നമുക്ക് ചെയ്യാമെന്ന്. ആലോചിച്ച് നോക്കി. എപ്പോഴും നമ്മളെ ദുആ വേണ്ട എന്താ അറിയോ? ആര് നമുക്ക് ചെയ്താലും നമ്മുടെ ദുആ വേണ്ടതെന്ന് വെച്ചാൽ അല്ലാഹു അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണം. അല്ലാഹ് നമുക്ക് ഈമാനില്ലാതെ ചത്തുപോണോ? ഇത്ര നിസ്കരിച്ചത് ആർക്ക് വേണ്ടി? നോമ്പനുഷ്ഠിച്ചത് ആർക്ക് വേണ്ടി? ഇങ്ങനെ തിരിച്ചും മറിച്ചും പണി കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? അതിനെ ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല, അത് പൊറപ്പിക്കാൻ വേണ്ടി എവിടെ പോയിട്ടും കാര്യമില്ല. അവൻ എനിക്ക് ചെയ്തുകൊണ്ടല്ലേ ഞാൻ അവനക്ക് തിരിച്ച്. അങ്ങനെ പക വീട്ടേണ്ട ഒരു അവസ്ഥയല്ല എൻ്റെ മുഅ്മിനീങ്ങളെ, പക വീട്ടേണ്ട ഒരു കാര്യവുമല്ല. സിഹർ ഒരിക്കലും നിങ്ങൾ ചെയ്തു പോകരുത്, അതിന് ഒത്താശ പിടിക്കരുത്. അല്ലാഹു ഞങ്ങളെ കാക്കണം, അല്ലാഹ് കാത്ത് സംരക്ഷിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് അറിയേണ്ടവർ ഈ ഒരു അമലിനെ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.